ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ആഗസ്റ്റ് 13. എൻ്റെ സച്ചിക്കുട്ടൻ എൻ്റെ കൈകളിലേക്ക് വന്ന ദിവസം. എനിക്കൊട്ടും പക്വതയില്ലാത്ത പ്രായത്തിലാണ് എൻ്റെ സച്ചിക്കുട്ടൻ എൻ്റെ കൈകളിലേക്ക് എത്തുന്നത്. പക്ഷേ അവൻ്റെ പക്വത ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത് അവൻ്റെ 11ാം വയസ്സ് മുതൽ, അതായത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലാണ്. ഞാൻ പെട്ടെന്ന് വീണു പോയപ്പോൾ എണീക്കാൻ പറ്റാതായ സാഹചര്യത്തിൽ മണിയണ്ണൻ എന്ന നാട്ടിലില്ലാഞ്ഞപ്പോൾ എൻ്റെ കൂടെ നിന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി. ഞാൻ തളർന്നു പോകുന്ന സാഹചര്യങ്ങളിലെല്ലാം പിടിച്ചെഴുന്നേൽപ്പിച്ച് വലം കൈയായി എൻ്റെ കൂടെ നിന്നു. ഇപ്പോൾ എൻ്റെ സച്ചിക്കുട്ടൻ ബാംഗ്ലൂർക്ക് പോയപ്പോൾ എൻ്റെ വിഷമമൊക്കെ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സുകൾ ഒരുപാട് പേര് അവർ പോസിറ്റീവായിട്ട് പറഞ്ഞതാണ്, ഇങ്ങനെ അറ്റാച്ച്മെൻറ്റ് കാണിച്ചാൽ പിന്നീട് ഒരുപാട് ദുഃഖിക്കേണ്ടി വരുമെന്ന്. പക്ഷെ ഞാൻ പറയുന്നു, നമ്മൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് മക്കളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇനി അഥവാ ഞാൻ പിന്നീട് ദുഃഖിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല. കാരണം 19 വയസ്സിനുള്ളിൽ ഒരു 19 യുഗത്തിൽ തരാവുന്ന സ്നേഹവും കരുതലും എൻ്റെ കുഞ്ഞെനിക്ക് തന്നിട്ടുണ്ട്. അവൻ്റെ ആ ഒരു കരുതലിലാണ് ഞാൻ ജീവിച്ചു പോകുന്നതും. നിച്ചിക്കുട്ടൻ എന്നോട് സ്നേഹമില്ലെന്നല്ല, എന്നാലും പക്വതപൂർണ്ണമായിട്ടുള്ള എൻ്റെ കുഞ്ഞിൻ്റെ പെരുമാറ്റങ്ങൾ കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു ജീവിക്കാനുള്ള ഇൻസ്പിറേഷൻ ഇപ്പോഴും കിട്ടുന്നത്. അളിയ ഞാനില്ലേ കൂടെ എന്നുള്ള ആ ഒരു പറച്ചിൽ മാത്രം മതി എനിക്ക് മുന്നോട്ട് പോകാനായിട്ട്. മോൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമം ഇത് കണ്ടപ്പോൾ മാറിക്കിട്ടി. അവർ 12 മണിക്ക് തന്നെ കൂട്ടുകാരെല്ലാം ചേർന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സച്ചിക്കുട്ടൻ ഇനി ഭഗവാൻ ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എൻ്റെ മോനെ എൻ്റെ കൈകളിലേക്ക് എത്തിച്ചതിന് എൻ്റെ ഭഗവാനോട് ഒരുപാട് നന്ദിയും പറയുന്നു.